നമസ്കാരം. പുറത്തിറങ്ങിയ കെജ്രിവാൾ, അതായത് അഴുക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാൾ വല്ലാതെ തകർക്കുകയാണ് ബി ജെ പിക്കെതിരെ. അമാനുഷിക ശക്തിയോടുകൂടി പ്രതികരിക്കുകയാണ് ഈ കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അഴുക്കുള്ളിലായത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുവാനുള്ള ശ്രമവും കെജ്രിവാൾ നടത്തുന്നുണ്ട്. അഴുക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം 2-3 ദിവസമൊക്കെ പിന്നിടുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത് ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങളുടെയൊക്കെ മുന്നേയൊഴിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ വിറപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ടാണ് കെജ്രിവാൾ കളം നിറഞ്ഞു കളിക്കുന്നതെന്ന് പറയേണ്ടി വരും. മോദിയെ പ്രതിരോധിക്കുവാൻ 2 സംസ്ഥാനങ്ങൾ ഭരണമുള്ള പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെജ്രിവാൾ മാറുന്നു എന്ന വലിയൊരു പ്രതീതി കൂടി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മോദിക്ക് 75 വയസ്സായാൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്ന പ്രസ്താവനയിലൂടെ ബി ജെ പിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മുതലെടുക്കുവാൻ കൂടി തന്നെയാണ് കെജ്രിവാൾ ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കെജ്രിവാളിൻ്റെ പ്രസ്താവനയുടെ അപകടം തിരിച്ചറിഞ്ഞാണ് അമിത്ഷാ മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിനിടെ 75 വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശം ഏറ്റുപിടിച്ചുകൊണ്ട് മുൻ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള യശ്വന്ത് സിംഗയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ബന്ധനത്തിലായി. പാർട്ടിയുടെ 4 ഫോറത്തിലും ചർച്ച ചെയ്യാതാണ് ബി ജെ പിയിൽ 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കിയതെന്ന് യശ്വന്ത് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. മുതിർന്ന നേതാവായിട്ടുള്ള LK അദ്വാനിയെയും മറ്റു നേതാക്കളെയുമൊക്കെ മോദി വരുതിയിൽ നിർത്തിയത് പോലും പ്രായപരിധിയുടെ പേരിലാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യശ്വന്ത് സിംഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് ബി ജെ പിയിൽ ചട്ടം കൊണ്ടുവന്നത് മറ്റുള്ളവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് യശ്വന്ത് സിംഗ് പറയുന്നത്. ഇല്ലായെങ്കിൽ 75 വയസ്സ് ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. മോദിക്ക് ചട്ടം ബാധകമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ചട്ടം എല്ലാവർക്കും ബാധകമല്ലേ എന്നാണ് യശ്വന്ത് സിംഗ് ചോദിക്കുന്നത്. 2014 മാർഗനിർദ്ദേശ് മണ്ഡലിന് രൂപം നൽകി LK അദ്വാനി അടക്കം 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന നേതാക്കളെ ബി ജെ പി മാറ്റി നിർത്തുന്നത്. 75 വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് എന്നും ജയിൽ മോചിതനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ തുറന്നടിച്ചപ്പോൾ ഇത് വലിയൊരു വിവാദ കൊടുങ്കാറ്റായി മാറി. തനിക്കെതിരെയുള്ള എല്ലാ നേതാക്കളെയും ഒഴിവാക്കുന്ന നടപടിയാണ് മോദി സ്വീകരിക്കുന്നത് എന്നും അദ്വാനിയാണെങ്കിലും മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, ശിവരാജ് ചൗഹാൻ, രമൺ സിംഗ്, വസുന്ധര രാജ് സിംഗ് തുടങ്ങിയവരെയൊക്കെ മോദി ഇത്തരത്തിലാണ് ഒഴിവാക്കിയത്. ബി ജെ പിയിൽ 75 തികയുന്നവർ വിരമിക്കണമെന്ന ചട്ടമുണ്ടാക്കിയത് മോദിയാണ്. അങ്ങനെയെങ്കിൽ മോദിയും അടുത്ത വർഷം വിരമിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആരാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാവുക എന്നാണ് കെജ്രിവാൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥാനമെന്ന് പറയപ്പെടുന്നത് തെറിക്കുമെന്നാണ് കെജ്രിവാൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കാരണം കെജ്രിവാൾ പറയുന്നത് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കാം. അതേസമയം കെജ്രിവാളിൻ്റെ പ്രസ്താവന തള്ളിയ അമിത്ഷാ 75 വയസ്സാകുമ്പോൾ മോദി പ്രധാനമന്ത്രി പദവി ഒഴിയില്ല എന്നും 3ാം തവണയും കാലാവധി പൂർത്തിയാക്കുമെന്നും തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. മോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ ഭരണഘടന തന്നെ എഴുതിയിട്ടില്ല. മോദിക്ക് 75 വയസ്സ് തികയുന്നതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അമിത്ഷാ കെജ്രിവാളിനോട് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ഈ വാദമെന്ന് പറയപ്പെടുന്നത് അമിത്ഷായ്ക്ക് ഇത്രയും കൊള്ളാൻ എന്താണ് കാരണമെന്നുള്ളതാണ്. 3 പ്രാവശ്യത്തോളം വാർത്താസമ്മേളനം പല ഘട്ടങ്ങളിലായി നടത്തുകയായിരുന്നു അമിത്ഷാ. അങ്ങനെ പല ഘട്ടത്തിൽ വാർത്താസമ്മേളനം നടത്തി നരേന്ദ്രമോദിക്ക് 75 വയസ്സായിരുന്നാലും അദ്ദേഹം ഈ 5 വർഷക്കാലം ഭരണം നടത്തുമെന്ന് പറയുവാൻ അമിത്ഷായെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കെജ്രിവാൾ പറയുന്ന കാര്യങ്ങളിൽ ചിലത് സത്യമില്ലേ എന്ന് തോന്നിപ്പോവും. അതായത് അമിത്ഷാ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിരോധം തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനൊരു വലിയൊരു വാർത്ത മോദി എന്ന് പറയപ്പെടുന്ന ഒരു തരംഗത്തിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ കെജ്രിവാൾ പറയുന്നത് പോലെ 75 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ മോദി ഭരണത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രധാനമന്ത്രി പദം ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായായിരിക്കും. അങ്ങനെ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കെജ്രിവാളിൻ്റെ ചോദ്യം ഇവിടുത്തെ ഇന്ത്യൻ സമൂഹം സ്വയം ചോദിച്ചു തുടങ്ങിയാൽ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് മോദിക്ക് വേണ്ടി, അല്ലെങ്കിൽ മോദിയുടെ തരംഗത്തിൽ, മോദിയുടെ ഈ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ, മോദിയുടെ എല്ലാ തരത്തിലുമുള്ള വികസന സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കുവാനാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ജനത പലപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ബി ജെ പിയെ അധികാരത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ബി ജെ പിയുടെ മുഖമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ 75 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുമോ? അങ്ങനെ പടിയിറങ്ങുകയാണെങ്കിൽ അടുത്തത് ആരായിരിക്കും?
BJPക്കുള്ളിൽ അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ് 75 വയസ്സ് കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അത് 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും സുഷമ സ്വരാജിനെയും അടക്കമുള്ളവരെ മാറ്റി നിർത്തിയതിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രം 75 വയസ്സിന് മുകളിലും അധികാരത്തിലിരിക്കാം എന്നൊരു സംവിധാനം BJPക്കുള്ളിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായ സാഹചര്യത്തിൽ എങ്ങനെയാണ് 75 വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷവും മോദി ഭരണത്തിലിരിക്കുക? എന്നാൽ അമിത്ഷാ ഇപ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്നത് 75 വയസ്സ് കഴിഞ്ഞാണെങ്കിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ്. പക്ഷേ അതിലൊരു കള്ളത്തരമില്ലേ എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട്. അതായത് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ സ്വമേധയാ ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പദവി ഒഴിവാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അത്തരത്തിൽ വിശ്വാസയോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം അനുസരിച്ചിട്ട് വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ 75 വയസ്സ് കഴിയുന്നവർ അധികാര സ്ഥാനങ്ങളിൽ വേണ്ട എന്ന് പറഞ്ഞ മോദി തന്നെ ആ 75ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ അധികാര സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പുറത്തേക്കിറങ്ങിയാൽ അപ്പോൾ അവിടേക്ക് എത്താൻ പറ്റുന്നത് അമിത്ഷായ്ക്കാണ്. പക്ഷേ അമിത്ഷായെ ഈ നരേന്ദ്രമോദിയെ പോലെ ഒരു തരംഗം ഒന്നും അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നില്ല. അമിത്ഷായ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുവാനും അമിത്ഷായ്ക്ക് വേണ്ടിയിട്ട് വാളോങ്ങാനും നിൽക്കുന്ന തരത്തിലുള്ള BJPക്കാരുമില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷായ്ക്കറിയാം മോദി ഇല്ലെങ്കിൽ BJP ഒരിക്കലും 300 സീറ്റിന് മുകളിലേക്ക് പിടിക്കില്ല എന്നുള്ള സത്യം വളരെ കൃത്യമായിട്ട് അമിത്ഷായ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെജ്രിവാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം 3ഓ 4ഓ വാർത്താ സമ്മേളനം നടത്തി നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്ന് തറപ്പിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമിത്ഷാ പ്രധാനമന്ത്രിയാകുവാനുള്ള മോഹം ഉപേക്ഷിച്ചിട്ടില്ല. മോദിയെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയാകുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ BJPയെയും തിരഞ്ഞെടുപ്പിനെയും ഇപ്പോൾ അമിത്ഷാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് കേരളത്തിൽ നടന്നതുപോലെ 2016 തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സ്വന്തമാക്കിയതും അവസാനം അച്യുതാനന്ദനെ ഒതുക്കി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കുകയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുന്നതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേൾവിയാണ്, നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഇന്ത്യ മഹാരാജ്യത്തും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മോദി തരംഗം എന്നുള്ള രീതിയിൽ മോദിയെ മുൻനിർത്തിക്കൊണ്ട് അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്ന് ചിലപ്പോൾ ഇനിയെങ്കിലും ഇന്ത്യൻ ജനത ചിന്തിച്ചു തുടങ്ങും. അതാണ് കെജ്രിവാളിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രചരണത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത്.